ഹർജിക്കാർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്തു. അത് ഹർജിക്കാർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന വ്യവസ്ഥ കൂടിയാണ്. അത് വഖഫ് നിയമത്തിന് എതിരായിട്ടുള്ളതാണ്. വഖഫ് ഭേദഗതി നിയമത്തിൽ വന്നിട്ടുള്ളത്. വഖഫ് സംഭാവനകൾ നൽകുന്ന സമയത്ത് വഖഫായി ഭൂമി നൽകുമ്പോൾ അത് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. നിലവിലെ വഖഫ് പ്രോപ്പർട്ടികൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് വഖഫ് ഭേദഗതി നിയമം വന്നിരിക്കുന്നത് എന്നായിരുന്നു ഹർജിക്കാർ പ്രധാനമായും സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകളെ ബോർഡിലും കൗൺസിലിലും ഉൾപ്പെടുത്തുന്നതിനെയും ഹർജിക്കാർ എതിർത്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. അത് തുടരാം എന്ന് തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം 5 വർഷം ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് മാത്രമേ, ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ വഖഫായി ഭൂമി നൽകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിന് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഭാഗികമായ ഒരു സ്റ്റേ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ഇത്തരത്തിൽ നിരവധി ഹർജികൾ സുപ്രീം കോടതി മുൻപാകെ വന്നത്. അതിലാണ് ഇപ്പോൾ വഖഫ് അല്ലാതായി മാറില്ല, ഒരു വഖഫ് ഭൂമി തർക്കത്തിലാവുകയും അതിന്മേൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എന്ന സുപ്രധാനമായ ഒരു വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇത് വരുന്നതോടുകൂടി ഒരു വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുകയും അതിന്മേൽ ഒരു അന്വേഷണം വരികയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ പോലും ആ ഘട്ടത്തിൽ ആ ഭൂമി വഖഫ് ഭൂമിയായി തുടരും എന്ന് തന്നെയാണ്. അതായത് അവിടെ ഒരു വഖഫ് ഭൂമി അല്ലാതായി മാറുന്നില്ല. ആ ഡിസ്പ്യൂട്ട് അങ്ങനെ തന്നെ നിൽക്കുകയും അതിന്മേൽ ഒരു അന്വേഷണം നടക്കുകയും ചെയ്യും. അപ്പോൾ അന്വേഷണം തീരുന്ന ഘട്ടത്തിൽ അത് വഖഫ് ഭൂമി അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വഖഫ് ഭൂമി അല്ലാതായി മാറും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. അതല്ലാതെ ഒരു ഭൂമിയിൽ തർക്കമുണ്ടാവുകയും ആ ഭൂമിയിൽ അന്വേഷണം നടക്കുകയും, അത് കളക്ടറാണ് ആ ഒരു അന്വേഷണം നടത്തേണ്ടത്, ആ സമയത്ത് തന്നെ അത് വഖഫ് ഭൂമി അല്ല എന്ന് നോട്ടിഫൈ ചെയ്യണമെന്ന് നിയമ ഭേദഗതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. അത് ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. രാകേഷ്, മറ്റു വിവരങ്ങൾ വരുന്നുണ്ടോ? ഹർജിക്കാരുടെ അഭിഭാഷകർ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഏതായാലും വിധിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഹർജിക്കാർ. ഏതാണ്ട് 100-ലധികം ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് അടക്കം ഹർജികളുണ്ടായിരുന്നു. സമസ്ത ഹർജി നൽകിയിരുന്നു. അങ്ങനെ വിവിധ കക്ഷികൾ ഹർജി നൽകിയിരുന്നു. ഇപ്പോൾ ഏതായാലും 5 വർഷം വിശ്വാസിയായാലേ വഖഫ് അനുഷ്ഠിക്കാൻ കഴിയൂ തുടങ്ങിയ വിവാദ വ്യവസ്ഥകൾ സ്റ്റേ ചെയ്തതിൽ, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതിൽ ഏതായാലും അഭിഭാഷകരുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ പ്രതികരണം വന്നിട്ടുണ്ട്. ഹർജിക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ പ്രതികരണം വന്നിട്ടുണ്ട്. കോൺഗ്രസ് MP കൂടിയായി ഇമ്രാൻ പ്രതാപ് ഗഡി, അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് നന്ദി പറയുന്നു, ഇത് വലിയ ആശ്വാസം നൽകുന്ന വിധി എന്ന പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഹർജിക്കാരെ സംബന്ധിച്ച് തീർച്ചയായും വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാറില്ല. പക്ഷേ കോടതി നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ചില സ്റ്റേ നൽകിയേക്കും, അല്ലെങ്കിൽ വിവാദ വ്യവസ്ഥകളിൽ ചില എതിർപ്പ്, ചില ആശങ്കകളൊക്കെ തന്നെ കോടതി പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് 3 ദിവസമാണ് ഇതിന്റെ തുടർച്ചയായ വാദം കേട്ടത്. അന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ചില വ്യവസ്ഥകളെങ്കിലും മരവിപ്പിക്കും എന്ന സൂചന അന്നേ കോടതി നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ അമുസ്ലിങ്ങളുടെ അംഗങ്ങളുടെ കാര്യത്തിലൊക്കെ അന്ന് കോടതി ചോദിച്ച ചോദ്യം, ഹിന്ദു സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഹിന്ദുക്കളല്ലാത്തവരെ ഉൾപ്പെടുത്തുമെന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും ആ വ്യവസ്ഥയ്ക്ക് സ്റ്റേ ഇല്ല. പക്ഷേ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ കൗൺസിലിൽ പരമാവധി, അല്ലെങ്കിൽ ബോർഡുകളിൽ പരമാവധി 3 അംഗങ്ങൾ, കൗൺസിലിൽ 4 അംഗങ്ങൾ എന്നൊരു നിർദ്ദേശം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നുണ്ട്. കൂടാതെ ഈ വഖഫ് സ്വത്തുക്കളുടെ അധികാരം സംബന്ധിച്ച കേസിലും ഈ രേഖകൾ സംബന്ധിച്ച കേസിലൊക്കെ തന്നെ അന്നേ കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. കോടതി അന്ന് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ 13ാം നൂറ്റാണ്ടിന് മുമ്പുള്ള സ്വത്തുക്കളിലൊക്കെ തന്നെ രേഖകൾ ഹാജരാക്കാൻ പറയണം, അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യമൊക്കെ അന്ന് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ്. മാത്രമല്ല, നൂറ്റാണ്ടുകളായി ഇത്തരത്തിൽ കൈവശം വെച്ചിരുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങൾ, ആ പേരിൽ എങ്ങനെ സ്വത്തല്ലാതാകും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്ന് ചോദിച്ചിരുന്നു കോടതി. പക്ഷേ ആ വ്യവസ്ഥകളിലേക്കൊന്നും തന്നെ ഒരു സ്റ്റേ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വഖഫ് അനുഷ്ഠിക്കാൻ 5 വർഷം വിശ്വാസിയാകണമെന്ന കാര്യം, അത് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പലരും ചോദിച്ചതാണ്. കാരണം അത് വലിയ തോതിലുള്ള കയറ്റമാണ്. ഇത്തരത്തിൽ വിവേചനം കാണിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വാദമൊക്കെ തന്നെ കപിൽ സിബലും രാജീവ് ധവാനൊക്കെ ഉന്നയിച്ചതാണ്. ഏതായാലും ആ വാദം പൂർണ്ണമായി കോടതി അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ അതിന് സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ ഏതായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥന് അധികാരം നിർണ്ണയിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനെ തർക്കം സംബന്ധിച്ച കാര്യങ്ങൾ, അത്
നിർണ്ണയിക്കാൻ അധികാരം നൽകുന്ന വ്യവസ്ഥ അത് പൂർണ്ണമായും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹർജിക്കാർ ഉന്നയിച്ച ഒരു വാദം കൂടി അംഗീകരിക്കപ്പെടുകയാണ്. കാരണം അത്തരത്തിൽ ഉദ്യോഗസ്ഥന് അധികാരം നൽകിയാൽ സ്വാഭാവികമായും അതിനകത്ത് പക്ഷപാതമുണ്ടാകും, സർക്കാരിന്റെ താല്പര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നൊരു വാദം അവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയും സ്റ്റേ അനുവദിക്കുമ്പോൾ ഹർജിക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ ഹർജിക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ ചോദ്യം ചെയ്തുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായതിന് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. മഞ്ജുഷ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. ഒരു വഖഫ് ഭൂമി അന്വേഷണ ഘട്ടത്തിൽ വഖഫ് ഭൂമി അല്ലാതായി മാറും എന്നുള്ള വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്മേൽ അന്വേഷണം നടത്താം, അതിന് തടസ്സമില്ല. അതുമാത്രമല്ല, ആ സമയത്ത് സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും കോടതികളിൽ ഇതേക്കുറിച്ചുള്ള കേസുകളോ മറ്റോ ഉള്ള സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ വ്യവസ്ഥ വരുന്നതോടുകൂടി പല ഭൂമികളും വഖഫ് ഭൂമി അല്ലാതായി മാറും, അതിനുവേണ്ടിയാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലും ഹർജിക്കാർ വാദിച്ചിരുന്നു. ചില സുപ്രധാനമായ സ്ഥാപനങ്ങൾ വരെ ഇക്കാര്യത്തിൽ ഇടം പിടിക്കും. അവിടെ ഒരു പരാതി വരും, ആ പരാതിയിൽ അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭൂമിയും ആ സ്ഥാപനവും വഖഫ് ഭൂമി അല്ലാതായി മാറും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ് എന്ന രീതിയിലുള്ള വാദമായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ഉന്നയിച്ചത്. അത് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണ ഘട്ടത്തിൽ ഒരു ഭൂമി വഖഫ് ഭൂമി അല്ലാതായി മാറുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെയും കേന്ദ്രത്തിലുള്ള വഖഫ് കൗൺസിലിന്റെയും ഘടനയെ പറ്റിയുള്ള ഒരു വ്യക്തമായ നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അമുസ്ലിങ്ങളെ നിയമിക്കാം വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും, അതിൽ സംശയം വേണ്ട. പക്ഷേ അതിലും ഒരു അംഗ പരിധി തന്നെ, ഒരു എത്ര അംഗങ്ങളെ നിയമിക്കാം എന്ന കാര്യത്തിൽ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കൗൺസിൽ ബോർഡിലാണെങ്കിൽ, സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡിലാണെങ്കിൽ 3 എന്നുള്ളതാണ്, കൗൺസിലിലാണെങ്കിൽ അത് 4 വരെയാകാം. 3 മുതൽ 4 വരെ എന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കാര്യത്തിലും ഒരു പരിധി വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ഹർജിക്കാരുടെ വിജയം എന്ന രീതിയിലാണ് ഇതിനെയും കണക്കാക്കുന്നത്. ഇപ്പോൾ ശ്രീ മൊയിൻകുട്ടി ചേരുകയാണ്, സമസ്തയുടെ പ്രതിനിധി. ശ്രീ മൊയിൻകുട്ടി, എങ്ങനെ കാണുന്നു ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ഉത്തരവിനെ? സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവ് നമുക്ക് താൽക്കാലികം ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അതിന്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നമുക്ക് അന്തിമമായി പറയാൻ കഴിയുള്ളൂ. എങ്കിലും നമ്മള് സംസ്ഥാനം പ്രത്യേകമായി കക്ഷി ചേരുകയും അതിനുവേണ്ട വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വഖഫ് സ്ഥാപനങ്ങളുടെ ഗണ്യമായ ഒരു സംഘടന എന്ന നിലക്ക് സമസ്തയുടെ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ വഖഫ് വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടുള്ള മുഴുവൻ സംഘടനകളുടെയും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വിധിച്ചിട്ടുള്ളത്. അത് സ്വാഗതാർഹമാണ്. ഇനി വിശദമായി പരിശോധിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് സമസ്ത മുമ്പോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഘട്ടത്തിൽ ഒരു വഖഫ് ഭൂമി അല്ലാതായി മാറും എന്നുള്ളതാണല്ലോ. അതിലാണല്ലോ ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നു. അന്വേഷണം നടക്കുമ്പോഴും വഖഫ് ഭൂമിയായി തന്നെ തുടരുമെന്ന്.